ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുമ്പിളപ്പം തയ്യാറാക്കിയെടുത്താലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടു. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനത് വയനയിലയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വയനയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒരു 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാമിൻ്റെ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അത് അരിച്ചെടുത്തിരിക്കുകയാണ്. ഒരു നാളികേരം ചിരകിയത്, പിന്നെ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കര പാനി കൊണ്ട് കുഴയ്ക്കാൻ തികഞ്ഞില്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് കുഴയ്ക്കാം കേട്ടോ. കുറച്ച് ഏലക്ക പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു ബൗളിലേക്ക് ഒരു പരന്ന പാത്രം എടുത്ത് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ അരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിതിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പാനി തികഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുഴയ്ക്കാൻ നേരത്ത് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ വെള്ളം ചേർത്ത്, സാധാരണ പച്ചവെള്ളം ചേർത്ത് കുഴയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അത് ഒരു നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശർക്കര പാനിക്ക് ചൂടൊന്നുമില്ല, നല്ല തണുത്തിരിക്കുന്ന പാനിയാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കുഴച്ചിട്ടുള്ളത്. എനിക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി വേണ്ടി വന്നുള്ളൂ. അപ്പോൾ തീരെ അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. കണ്ടല്ലോ, നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പോലെ കട്ടിയല്ല, പക്ഷേ ഇത് തീരെ അങ്ങ് ലൂസല്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമുക്കിത് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റണം. എന്നാൽ ഇച്ചിരി ലൂസായിട്ടിരിക്കുകയും കൂടി വേണം. അപ്പം നമുക്കിനി ഇത് ആവി കയറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വയനയിലയാണ്. അപ്പം നിങ്ങളുടെ അവിടെങ്ങളിൽ ഏത് ഇലയാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കാം കേട്ടോ. അപ്പം ഇലയ്ക്ക് പ്രത്യേക ഒരു മണമൊക്കെയാണ്. അപ്പം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കുമ്പിൾ കുത്തി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഒരു ഇർക്കിലി വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. നടുവിൽ ഹോളൊന്നുമില്ല. നന്നായിട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ കുമ്പിൾ നിറയെ നമ്മൾ ഇത് മാവ് വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, തുറന്ന് തന്നെ ഇരുന്നോട്ടെ. ഈ കുമ്പിളിൽ നിറയെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് മാവ് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ കുമ്പിൾ കുത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ആവി കയറ്റി എടുക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു തട്ടിൽ വെള്ളം വെച്ച് ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. നന്നായി തിളച്ച് പോകാനായിട്ട് നിൽക്കണ്ട. അപ്പം നമ്മുടെ കൈയൊക്കെ ആവി വന്ന് പൊള്ളും. ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ഇഡലി തട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഈ ഇഡലി തട്ട് വെച്ചത് കേട്ടോ. ഒന്ന് നിവർത്തി വെക്കാൻ നോക്കാം. അപ്പം എല്ലാതും ഞാൻ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കാം. ഞാനൊരു 25 മിനിറ്റ് ആവി കയറ്റിയിരുന്നു. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിവിടെ 25 മിനിറ്റാണ് വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വയനയില അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന അപ്പമാണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. കണ്ടല്ലോ, നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മൾ പണ്ട് കാലത്തൊക്കെ തയ്യാറാക്കിയിട്ടുള്ള പലഹാരങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്കും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കണം കേട്ടോ. അപ്പം
നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടോ എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി വേഗം വരാം. താങ്ക്